So we have finished the topic liquid state, and the next topic in this chapter is solutions. From liquid state to solutions. Solutions. What is a solution? So solution is a mixture of any two liquids or solid and liquid or gaseous. So it is a solution is a homogeneous mixture of two or more non-reacting components. Homogeneous mixture has a composition and properties uniform throughout the system. എവിടെയും വ്യത്യാസമൊന്നുമില്ല. അങ്ങനെയുള്ളതിന് സിംഗിൾ ഫേസ് എന്ന് പറയാം. സിംഗിൾ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോം പ്രോപ്പർട്ടീസ് ആൻഡ് കോമ്പോസിഷൻ ത്രൂ ഔട്ട് ഉള്ള ഒരു പാർട്ട് ഓഫ് സിസ്റ്റം. അതിനാണ് നമ്മൾ എന്ത് പറയാ, അപ്പൊ ഈ സൊല്യൂഷന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിരിക്കും, കോൺസെൻട്രേഷൻ ഒരുപോലെ ആയിരിക്കും, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപോലെ ആയിരിക്കും. പിന്നെ നമുക്ക് ബൈനറി സൊല്യൂഷൻസ് ഉണ്ട്. സൊല്യൂഷൻ മെയ്ഡ് അപ്പ് ഓഫ് ടു കോൺസ്റ്റിറ്റ്യൂവൻസ് ഓർ കമ്പോണൻസ് ബൈനറി സൊല്യൂഷൻസ് ആണ്. അപ്പോ term solute is commonly used to refer to constituent that dissolves, and the term solvent ഇപ്പൊ സൊല്യൂട്ട് ഡിസോൾവ് ചെയ്ത സാധനം, സോൾവെന്റ് എന്ന് പറഞ്ഞാല് in which dissolution takes place. ഇപ്പൊ നമ്മൾ പഞ്ചസാര വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യിക്കുകയാണെങ്കിൽ സോൾവെന്റ് വെള്ളവും സൊല്യൂട്ട് പിന്നെ ഷുഗറുമാണ്. അപ്പോ ഇനി രണ്ട് കോൺസ്റ്റിറ്റ്യൂവൻസ്, അപ്പൊ അങ്ങനെ ഇപ്പൊ ഒന്ന് സോളിഡ് ആയിരിക്കണമെന്നൊന്നുമില്ല, രണ്ട് ലിക്വിഡ്സിനും solution form ചെയ്യാം. When two constituents are miscible with each other in all proportions like water and alcohol, for us to it is difficult to differentiate between these two terms. അതായത് ഇപ്പൊ ഏത് സൊല്യൂട്ട് ഏത് സോൾവെന്റ് എന്ന് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, കുറവ് എമൗണ്ട് പിന്നെ പ്രസന്റ് ആയിട്ടുള്ളതിന് നമ്മൾ സൊല്യൂട്ട് ആയിട്ടും കൂടുതൽ എമൗണ്ട് പ്രസന്റ് ആയിട്ടുള്ളതിന് നമ്മൾ സോൾവെന്റ് ആയിട്ടും എടുക്കുകയാണ് ചെയ്യുക. ഇനി ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ്. Based on the physical states which solutions may exist, there can be three types of solutions: solid solutions, liquid solutions, and gaseous solutions. Solid solutions are solution of solid in solid, solution of liquid in solid, solution of gas in solid. ഇപ്പൊ മീഡിയം സോളിഡ് ആയിട്ടുള്ളതാണ് സോളിഡ് സൊല്യൂഷൻസ്, അല്ലെങ്കിൽ സോൾവെന്റ് സോളിഡ് ആയിട്ടുള്ളതാണ് സോളിഡ് സൊല്യൂഷൻസ്. അതുപോലെ സോൾവെന്റ് ലിക്വിഡ് ആയിട്ടുള്ളതാണ് ലിക്വിഡ് സൊല്യൂഷൻസ്. അപ്പൊ സോളിഡ് ഇൻ ലിക്വിഡ്, ലിക്വിഡ് ഇൻ ലിക്വിഡ്, ഗ്യാസ് ഇൻ ലിക്വിഡ്. ഇനി ഗ്യാഷ്യസ് സൊല്യൂഷൻസിലെ മീഡിയം ഗ്യാസ് ആയിരിക്കും, സൊല്യൂഷൻ ഓഫ് സോളിഡ് ഇൻ ഗ്യാസ്, liquid in gas, and gas in gas. The main kinds of solution that would come across in this module are liquid solutions. നമ്മൾ മെയിൻ ആയിട്ടും belonging to gas in liquid, അതായത് ഗ്യാസ് ഇൻ ലിക്വിഡ് ആൻഡ് സോളിഡ് ഇൻ ലിക്വിഡ് കാറ്റഗറീസ് മാത്രമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഈ സൊല്യൂഷൻസിന്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ടേംസ് നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. മെയിൻ ആയിട്ടും ഉള്ള ടേംസ് മാസ്, മോളിക്കുലർ മാസ്, നമ്പർ ഓഫ് മോൾസ്, മോൾ ഫ്രാക്ഷൻ എന്നുള്ള ടേംസ് ഒക്കെയാണ്. നമ്മൾ ഇനിയിപ്പോ മൊളാരിറ്റി അപ്പൊ നിങ്ങൾക്ക് അറിയാം. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർസെന്റ് പെർ ലിറ്റർ ഓഫ് ദി സൊല്യൂഷൻ ആണ് മൊളാരിറ്റി. അപ്പോൾ നമ്പർ ഓഫ് മോൾസിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊളാരിറ്റി ഓഫ് ദി സൊല്യൂഷൻ കിട്ടും. ഇഫ് ദ മാസ് ഓഫ് സൊല്യൂട്ട് ഓഫ് മോളിക്കുലർ മാസ് M2 present in V ml of the solution, the molarity of the solution is equal to W2 divided by M2 into V, or W2 അപ്പൊ N2 എന്ന് പറഞ്ഞാൽ W2 by M2 ആണ്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് മൊളാരിറ്റി കാണാം. മൊളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ 1000 gram ഓഫ് സോൾവെന്റ്, 1000 അതായത് കിലോഗ്രാം സോൾവെന്റ്. N2 by W1 into കിലോഗ്രാം അല്ല, അപ്പൊ വെയിറ്റ് ഇൻ കിലോഗ്രാംസ്. അപ്പൊ ഇറ്റ് ഈസ് M2 ഇൻ മോളിക്കുലർ മാസ് M2 ആണെങ്കിൽ
W1 ഗ്രാമിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? W2 by M2. അതാണ് N2 എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ W1 വെയിറ്റ് ഓഫ് സോൾവെന്റ് ഇൻ ഗ്രാംസ് into 1000 ആണ്. Now mole fraction എന്ന് പറഞ്ഞാൽ mole fraction is the ratio of number of moles of that component to the total number of moles of the solution. Mole fraction x1 is equal to n1 by n1 plus n2. x2 എന്ന് പറഞ്ഞാൽ n2 by n1 plus n2. And it is obvious that mole fraction രണ്ട് components ഉള്ളിച്ചാൽ അതിന്റെ mole fractions ആഡ് ചെയ്ത് നമുക്ക് 1 കിട്ടണം. And that is the theory. The solubility of concentrations expressed in the 3 terms. Now, solubility of gases in liquids. Different gases dissolved in different solvents to give different extents. Gas solvent in the liquid dissolve. Ammonia, HCl. പിന്നെ അതേപോലെ തന്നെ ഹൈഡ്രജൻ ഓക്സിജൻ ഒക്കെ ഡിസോൾവ് ചെയ്യുന്നല്ലോ, അതുകൊണ്ടല്ലേ ജീവികൾക്ക് ശ്വസിക്കാൻ പറ്റണത്. അവർ ഡിസോൾവ്ഡ് ഓക്സിജൻ ആണല്ലോ എടുക്കുന്നത്. ഓൺ ദ അതർ ഹാൻഡ് നൈട്രജൻ ആൻഡ് ഓക്സിജൻ ആർ മോർ സൊല്യൂബിൾ ഇൻ എഥനോൾ ദാൻ ദേ ആർ ഇൻ വാട്ടർ. നമുക്കിപ്പോ വെള്ളത്തില് ഇപ്പൊ ഈ ഹൈഡ്രജനും നൈട്രജനും ഓക്സിജനും ഒക്കെ അതായത് പൊളാരിറ്റി ബോണ്ടിൽ ഇല്ലാത്ത, പൊളാരിറ്റി ഓഫ് ദ ബോണ്ട് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അമോണിയ, HCl ഒക്കെ പോളാർ കോമ്പൗണ്ട്സ് ആണ്. അപ്പൊ പോളാർ കോമ്പൗണ്ട്സില് വാട്ടറിൽ നന്നായിട്ട് ഡിസോൾവ് ചെയ്യും. പക്ഷെ നോൺ പോളാർ ആയിട്ടുള്ള ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ പോലെയുള്ളത് വാട്ടറിൽ വളരെ സ്പെയറിംഗ് ആയിട്ട് കുറച്ച് മാത്രമേ ഡിസോൾവ് ചെയ്യുള്ളൂ. പക്ഷെ നൈട്രജനും ഓക്സിജനും എഥനോളിലാണ് കൂടുതൽ സൊല്യൂബിൾ ആയിട്ടുള്ളത് ദാൻ ഇൻ വാട്ടർ. കാരണം വാട്ടറിന്റെ അത്ര പൊളാരിറ്റി ഇല്ല എഥനോളിന്. Similarly, gaseous hydrocarbons like methane and ethane are much more soluble in organic solvents than in water. പിന്നെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സൊല്യൂബിലിറ്റി ഓഫ് എ ലിക്വിഡ്. ഇത് എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഒരു ലിക്വിഡിന്റെ ഗ്യാസിന്റെ ലിക്വിഡിലുള്ള സൊല്യൂബിലിറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഒന്നാമത്തെ ഫാക്ടർ നാച്ചർ ഓഫ് ദ ഗ്യാസ് ആൻഡ് ദ ലിക്വിഡ്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, അതായത് പോളാർ ആയിട്ടുള്ള ഗ്യാസ് ആണെങ്കിൽ പോളാർ ആയിട്ടുള്ള ലിക്വിഡ്സിൽ കൂടുതൽ സൊല്യൂബിൾ ആയിരിക്കും. അതേസമയം നോൺ പോളാർ ആയിട്ടുള്ള ഗ്യാസ് മോളിക്യൂൾസ് അത്രയ്ക്ക് പൊളാരിറ്റി ഇല്ലാത്തതിൽ കൂടുതൽ സൊല്യൂബിൾ ആയിരിക്കും. അതിന് എക്സാമ്പിൾ പറയാണ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, ഈ പോളാർ ആയിട്ടുള്ള ഗ്യാസുകൾ ഈസിലി ലിക്വിഫയബിൾ ആണ്. ഈസിലി ലിക്വിഫയബിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സസ് വളരെ കൂടുതലാണ്. സോ ദേ ആർ മോർ സൊല്യൂബിൾ ഇൻ solvents that not easily liquefied. പെട്ടെന്ന് നമുക്ക് ലിക്വിഫൈ ചെയ്യാൻ പറ്റാത്ത സോൾവെന്റ്സിലാണ് അത് കൂടുതലായിട്ട് ഈസിലി ലിക്വിഫയബിൾ ആയിട്ടുള്ള ഗ്യാസസ് എന്താണ് അത്ര എപ്പോഴും കോമൺ സോൾവെന്റ്സിൽ ഡിസോൾവ് ചെയ്യും, വാട്ടർ പോലെയുള്ള. പക്ഷെ is not easily liquefiable gases. അപ്പൊ ഈസിലി ലിക്വിഫയബിൾ ഗ്യാസസ്, അപ്പൊ ആദ്യത്തെ പോയിന്റ് അതാണ്. ഈസിലി ലിക്വിഫയബിൾ ഗ്യാസസ് generally with strong intermolecular forces will dissolve more in common solvents than not easily liquefiable gases. Easily liquefiable ammonia, carbon dioxide, etc. are more soluble in water than helium, hydrogen, etc. That cannot be easily liquefied. Chemical interaction between the gas and the liquid solvent also results in an increased solubility. അപ്പൊ ഈ സോൾവെന്റും പിന്നെ ഗ്യാസും തമ്മിലുള്ള ഒരു കെമിക്കൽ ഇന്ററാക്ഷൻസ് ഉണ്ടെങ്കിൽ അതും സൊല്യൂബിലിറ്റി കൂടുതലാവും. ഇപ്പൊ അമോണിയ, HCl, കാർബൺ ഡയോക്സൈഡ് അതൊക്കെ വാട്ടറിനെ ആയിട്ട് നന്നായിട്ട് റിയാക്ട് ചെയ്യും. പക്ഷെ ഹൈഡ്രജനും ഹീലിയവും ഒന്നും വാട്ടറിനായിട്ട് ഇന്ററാക്ഷൻസ് ഇല്ലാത്തത് കൊണ്ട് they will be only sparingly soluble in water. അപ്പൊ ഒരു കെമിക്കൽ സിമിലാരിറ്റി ഉണ്ട് പിന്നെ ഈ ഗ്യാസും ലിക്വിഡും തമ്മിൽ. ഇപ്പൊ രണ്ടും പോളാർ ആണെങ്കിൽ രണ്ടും പോളാർ, അല്ലെങ്കിൽ നോൺ പോളാർ ആണെങ്കിൽ രണ്ടും നോൺ പോളാർ. അങ്ങനെ ഒരു കെമിക്കൽ സിമിലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഇവര് നന്നായിട്ട് ഡിസോൾവ് ചെയ്യും. ദാറ്റ് ഈസ് ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്. ഇപ്പൊ ഗ്യാഷ്യസ് ഹൈഡ്രോകാർബൺസ്
നമ്മൾ നോക്കുകയാണെങ്കിൽ നോൺ പോളാർ സോൾവെന്റ്സിലാണ് പിന്നെ വെള്ളത്തിലേക്കാളും ഡിസോൾവ് ചെയ്യുക. അപ്പൊ അത് നാച്ചർ ഓഫ് ദി ഗ്യാസ് ആണ്. സൊല്യൂട്ടിന്റെ അതെ ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് പ്രിൻസിപ്പിൾ ആണ്. അത് നല്ല ഈസിലി ലിക്വിഫയബിൾ ആയിട്ടുള്ള നല്ല ഇന്ററാക്ഷൻസ് ഉള്ള അല്ലെങ്കിൽ പൊളാരിറ്റി ഉള്ള ഗ്യാസസ് എപ്പോഴും നല്ല പൊളാരിറ്റി ഉള്ള സോൾവെന്റ്സ് ആണ് പ്രിഫർ ചെയ്യുക. അപ്പൊ കോമൺ സോൾവെന്റ്സ് ഒക്കെ പൊതുവെ കുറച്ച് പോളർ ആയിരിക്കും. അപ്പൊ അവര് കോമൺ സോൾവെന്റ്സിൽ ഡിസോൾവ് ചെയ്യും. അത്ര പോളാർ അല്ലാത്ത സോൾവെന്റ്സിലാണ് ബാക്കിയുള്ള നോൺ പോളാർ ഗ്യാസസ് ഡിസോൾവ് ചെയ്യുക. അതാണ് നാച്ചർ ഓഫ് ദ ഗ്യാസ്. ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്. Then the temperature. Most gases dissolve in water with evolution of heat. നമുക്ക് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ഹീറ്റ് ഇവോൾവ് ചെയ്യും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഹീറ്റ് ഇവോൾവ് ചെയ്യണോണ്ട് തന്നെ ഈ ഗ്യാസസ് ഇൻ ലിക്വിഡ്സ് സൊല്യൂബിലിറ്റി ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അതായത് ഈ റിയാക്ഷൻ നടക്കുമ്പം ചൂട് ഹീറ്റ് പുറത്തേക്ക് വിടുന്നോണ്ട് എന്ത് ചെയ്യും, സിസ്റ്റം എപ്പോഴും ഹീറ്റ് കുറയ്ക്കാൻ ശ്രമിക്കും. അപ്പൊ ഒരിക്കലും ഈ സൊല്യൂബിലിറ്റി ഫാസ്റ്റ് ആയിട്ട് നടക്കില്ല. അപ്പൊ പക്ഷെ നമ്മൾ ടെമ്പറേച്ചർ കുറയ്ക്കുകയാണെങ്കിൽ എന്തുണ്ടാവും, കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് സൊല്യൂബിലിറ്റി നടക്കും. കാരണം അത് ഹീറ്റ് പുറത്തേക്ക് വിടുന്നോണ്ട്. അപ്പൊ നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാം, നമ്മൾ എന്തെങ്കിലും ഡിസോൾവ് ചെയ്യിക്കണമെങ്കിൽ ചൂടാക്കിയിട്ട് ഡിസോൾവ് ചെയ്യിക്കാം എന്നുള്ളത് സോളിഡ്സിന്റെ കേസിൽ നമ്മൾ എപ്പോഴും എടുക്കുന്നതാണ്. പക്ഷെ എന്താ വെച്ചാൽ ഗ്യാസസ് ഇൻ ലിക്വിഡ്സിന്റെ കേസിൽ എപ്പോഴും അത് എക്സോതെർമിക് ആവും എന്നുള്ളത് കൊണ്ട് എന്താണ്, ഗ്യാസസിനെ ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യിക്കാൻ ടെമ്പറേച്ചർ കുറയ്ക്കുക വേണ്ടത്. ഇനി ടെമ്പറേച്ചർ വേറൊരു ടെക്നോളജി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണ് ബോയിൽ ചെയ്യുക എന്നുള്ളത്. ബോയിൽ ചെയ്യുമ്പോൾ സൊല്യൂബിലിറ്റി കുറയുമ്പോൾ ആ ഗ്യാസ് പുറത്തേക്ക് എസ്കേപ്പ് ചെയ്ത് പോകും. അപ്പോൾ the solubilities of gases in liquid generally decreases with increase of temperature, so we can expel gases from solution by boiling. പിന്നെ പ്രഷർ ആണ്. കൺസിഡർ എ സിസ്റ്റം ഓഫ് ഈക്വിലിബ്രിയം. ഇപ്പൊ നമ്മളൊരു എന്താണ് പ്രഷറിനെ എന്താണ് നോക്കാം. അപ്പോൾ എപ്പോഴും ഒരു ഗ്യാസ് അതിന്റെ താഴെയുള്ള സോൾവെന്റിനായിട്ട് കോണ്ടാക്റ്റിൽ ഇരിക്കുകയാണ്, ടെമ്പറേച്ചർ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്തിരിക്കുകയാണ് എന്ന് വിചാരിക്കുക. നമ്മൾ പ്രഷർ കൂട്ടി, ഗ്യാസിന്റെ മുകളിൽ നിൽക്കുന്ന ഗ്യാസിന്റെ പ്രഷർ കൂട്ടിയുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ലീ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് അനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും, സിസ്റ്റം ആ ചേഞ്ച് കൊണ്ടുള്ള ഇഫക്റ്റ് ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കും. അപ്പൊ അത് ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ സിസ്റ്റം എന്ത് ചെയ്യും, the equilibrium will tend to annul the effect by dissolving more gas in liquid. അപ്പൊ മുകളിലുള്ള ഗ്യാസിന്റെ പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ ഗ്യാസ് ഇതിൽ ലിക്വിഡ് ചെയ്യും, ഇത് ഡിസോൾവ് ചെയ്യും. ഇതിന്റെ ഒരു അപ്ലിക്കേഷൻ ആണ് നമ്മുടെ സോഡ. നമ്മള് സോഡ വാട്ടർ, സോഡ മേക്കർ ഒക്കെ എല്ലാവരുടെ വീട്ടിലുണ്ടാവും. ഇപ്പൊ എന്താ വെച്ചാൽ കാർബൺ ഡയോക്സൈഡിന് പൊതുവെ വാട്ടറിൽ സൊല്യൂബിലിറ്റി കുറവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നല്ല ഹൈ പ്രഷർ കൊടുക്കും. ഹൈ പ്രഷറിൽ കാർബൺ ഡയോക്സൈഡ് ഇടുമ്പം എന്ത് ചെയ്യും, അത് നന്നായിട്ട് ഡിസോൾവ് ചെയ്യും. പക്ഷെ നമ്മൾ തുറന്നു കഴിഞ്ഞ് പ്രഷർ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ് പെട്ടെന്ന് എസ്കേപ്പ് ചെയ്ത് പോകും. അപ്പൊ സോഡ വാട്ടർ ഈസ് എൻ എക്സാമ്പിൾ ഫോർ, അത് നോട്ട് ചെയ്യണം കേട്ടോ, സോഡ വാട്ടർ ഈസ് എൻ എക്സാമ്പിൾ ഫോർ ദിസ് ഇൻഫ്ലുവൻസ് ഓഫ് പ്രഷർ ഓൺ സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസസ്. അപ്പോ ഒരു particular ടെമ്പറേച്ചറിൽ solubility of a gas increase with the increase of pressure. And in this quantitative connection between solubility of a gas in a liquid and its pressure, ഈ കണക്ഷൻ തരുന്നത് ഹെൻറീസ് ലോ എന്ന് പറഞ്ഞ വില്യം ഹെൻറി 1803 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ലോ ആണ്. ആൻഡ് ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ solubility of a gas in a liquid is directly proportional to the pressure of the gas in equilibrium with the solution. Let C moles per liter is the solubility of a gas at definite temperature in a liquid of pressure P.
the partial pressure of the gas in equilibrium with the solution. നമുക്ക് പാർഷ്യൽ പ്രഷർ എന്താണെന്ന് അറിയാം. ടോട്ടൽ പ്രഷറിൽ എത്ര ഭാഗമാണ് ഈ ഈ ഗ്യാസ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഗ്യാസ് ഉള്ളത് എന്നുള്ളതാണ് പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഇൻ equilibrium with the solution. Then it follows from Henry's law that C is equal to KH into P, where KH, അതായത് C, concentration is directly proportional to pressure എന്നാണ്. Solubility of a gas in a liquid is directly proportional to pressure എന്ന് പറഞ്ഞാൽ concentration of gas in liquid is directly proportional to the pressure of the gas in equilibrium with the solution എന്നാണ്. അപ്പോൾ ആ പ്രൊപ്പോർഷണാലിറ്റിനെ മാറ്റാനായിട്ട് നമ്മൾ KH എന്ന് പറഞ്ഞ ഒരു ഹെൻറീസ് കോൺസ്റ്റന്റ്, ആൻഡ് ഇറ്റ് ഈസ് ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് വിച്ച് മേ ബി യൂണിറ്റ് ലൈക്ക് M per atmosphere. M per atmosphere ആണ് അതിന്റെ M per bar, M per atmosphere എന്ന് പറയും. അതാണ് അതിന്റെ പിന്നെ യൂണിറ്റ്. സപ്പോസ് വി യൂസ് മോൾ ഫ്രാക്ഷൻ ഓഫ് ദ ഗ്യാസ് ഇൻ സൊല്യൂഷൻ ആസ് എ മെഷർ ഓഫ് ഇറ്റ് സൊല്യൂബിലിറ്റി. മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഗ്യാസ് ഇൻ സൊല്യൂഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഇൻ ഈക്വിലിബ്രിയം വിത്ത് സൊല്യൂഷൻ. മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാല് partial pressure directly proportional mole fraction എന്നുള്ളതാണ്. അപ്പൊ partial pressure of a gas in equilibrium with the solution is directly proportional to mole fraction. അപ്പൊ നമ്മൾ പറയാം partial pressure concentration mole fraction proportional ആണ്. അപ്പൊ മോൾ ഫ്രാക്ഷൻ എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? പാർഷ്യൽ പ്രഷറിന് പ്രൊപ്പോർഷണൽ ആണ്. പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഈ ഗ്യാസിന്റെ എത്ര, ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഗ്യാസ് ആ ടോട്ടൽ വേപ്പറിൽ എത്ര ഉണ്ട് എന്നുള്ളതാണ്. സോ the partial pressure of a gas in equilibrium with the solution is directly proportional to mole fraction. അപ്പൊ നമുക്ക് ഇവിടെ പാർഷ്യൽ പ്രഷർ കോൺസെൻട്രേഷന് പകരം പാർഷ്യൽ പ്രഷർ which is equal to KH into X. C അല്ല, X ആണ് mole fraction, where KH is the Henry's law constant and its unit of pressure like the bar or kilobar or atmosphere or mm is used. Partial pressure അല്ലേ, അപ്പൊ അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് പ്രഷറിന്റെ യൂണിറ്റുകളായിരിക്കും. ഫോർ എ ഗ്യാസ് ഒബേയിങ് ഹെൻറീസ് ലോ, നമ്മൾ പറയാണ് ഹെൻറീസ് ലോ ഒബേ ചെയ്യുന്ന ഗ്യാസിന് ദ പ്ലോട്ട് ഓഫ് ഇക്വിലിബ്രിയം പാർഷ്യൽ പ്രഷർ എഗെയിൻസ്റ്റ് മോൾ ഫ്രാക്ഷൻ എന്ന് പറയണത്, നമ്മൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി എ സ്ട്രൈറ്റ് ലൈൻ, അതൊരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. പിന്നെന്താന്ന് വെച്ചാൽ ഈ ഹെൻറീസ് കോൺസ്റ്റന്റ് നാച്ചർ ഓഫ് ദ ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്, ഒരു വാല്യൂ ആണ് അതിന് ഉണ്ടാവുക. അപ്പൊ ഓരോ ഗ്യാസസിനും ഡിഫറെന്റ് KH വാല്യൂസ് ആയിരിക്കും. അപ്പൊ ഹയർ ദ വാല്യൂ ഓഫ് KH അറ്റ് എ ഗിവൺ പ്രഷർ ദ ലോവർ ദ സൊല്യൂബിലിറ്റി ഓഫ് ദ ഗ്യാസ് ഇൻ ലിക്വിഡ്. KHന്റെ വാല്യൂ കൂടുമ്പോ ഇപ്പൊ നോക്കൂ, പാർഷ്യൽ പ്രഷർ ഇസ് ഈക്വൽ ടു KH ഇൻറ്റു X എന്നാണ്. അപ്പൊ പാർഷ്യൽ പ്രഷർ ഓഫ് ദി ഗ്യാസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ KH ഇൻറ്റു X ആണ്. അപ്പൊ KHന്റെ വാല്യൂ കൂടുക. അപ്പൊ C, കോൺസെൻട്രേഷൻ ഓഫ് ദ ഗ്യാസ് ഇൻ ലിക്വിഡ് നമ്മൾ ഇവിടെ പറഞ്ഞല്ലോ, കോൺസെൻട്രേഷൻ ഇസ് ഈക്വൽ ടു KH ഇൻറ്റു P ആണ്. അപ്പൊ KH കൂടിക്കഴിഞ്ഞാല് എന്താണ്, അതില് ഗ്യാസിന്റെ ഹയർ ദ വാല്യൂ ഓഫ് KH അറ്റ് എ ഗിവൺ പ്രഷർ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി നിർത്തുകയാണെങ്കിൽ KH കൂടിയിട്ടുള്ള ഗ്യാസിന്റെ സൊല്യൂബിലിറ്റി വളരെ കുറവായിരിക്കും ലിക്വിഡില്. ഇപ്പൊ KH വാല്യൂസ് നൈട്രജൻ, ഓക്സിജൻ ഇതിന്റെ കമ്പയർ ചെയ്യാണ് നമ്മൾ 34.86, 76.48. This indicates that oxygen is less soluble than nitrogen in water at 298 Kelvin. The corresponding values for 303 Kelvin are 46.82 and 88.84 bar. അത്രയുമാണ്. KH increase with the increase of temperature, indicating that the solubility of gases decreases with the increase of temperature. അപ്പൊ KHന്റെ വാല്യൂ ഹൈ ആണ്
എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിലെ സൊല്യൂബിലിറ്റി ഓഫ് ദ ഗ്യാസ് കുറവാണ് എന്നുള്ളതാണ്. സൊല്യൂബിലിറ്റി കുറവാണ് എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോൾ KHന്റെ വാല്യൂ കൂടുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ കാണുന്നത്. അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇതിന്റെ വാല്യൂ കുറയാണ്, സൊല്യൂബിലിറ്റി കുറയാണ്. അപ്പൊ കാരണം KHന്റെ വാല്യൂ കൂടും. അപ്പൊ ഇതാണ് KHന്റെ വാല്യൂ സൊല്യൂബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അപ്പൊ ഒരു പെർട്ടിക്കുലർ പ്രഷർ നമ്മൾ കീപ്പ് ചെയ്തിട്ട് KH വാല്യൂസ് ഡിഫറെന്റ് ഉള്ള പിന്നെ ഗ്യാസസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ KH വാല്യൂ ഹൈ ഉള്ള ഗ്യാസിന് സൊല്യൂബിലിറ്റി കുറവായിരിക്കും, KH വാല്യൂ ലോ ഉള്ള ഗ്യാസിന് ഇത് കൂടുതലായിരിക്കും. ലിമിറ്റേഷൻസ് ഓഫ് ഹെൻറിസ് ലോ. A gas has low solubility in solvent, pressure is not too high, temperature is not too low, and the gases does not undergo change in molecular state by process such as association, dissociation, interaction with the solvent. അപ്പൊ ഇത് അപ്ലൈ ചെയ്യാൻ, ഈ ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സൊല്യൂബിലിറ്റി, ഗ്യാസിന്റെ സൊല്യൂബിലിറ്റി സോൾവെന്റിൽ കുറച്ചായിരിക്കണം. ഒരുപാട് ഹൈലി സൊല്യൂബിൾ ആയിട്ടുള്ള ഒരു ഗ്യാസ് ആയിരിക്കരുത് നമ്മൾ എടുക്കുന്നത്. പിന്നെ പ്രഷർ ഒരുപാട് കൂട്ടിക്കഴിഞ്ഞാൽ ഹെൻറിസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ടെമ്പറേച്ചറും ഒരുപാട് കുറയ്ക്കാൻ പറ്റില്ല. ഒരുപാട് കുറച്ച സൊല്യൂബിലിറ്റി കുറയും പൊതുവെ. പിന്നെ ഈ ഒരു ഗ്യാസ് അത് ഡസ് നോട്ട് അതായത് ഇപ്പൊ ഈ പ്രഷർ വല്ലാണ്ട് കൂട്ടാൻ പാടില്ല പറഞ്ഞാൽ, ഒരുപാട് പ്രഷർ ആയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക സൊല്യൂബിലിറ്റി കഴിഞ്ഞാൽ പിന്നെ അതിൽ ഡിസോൾവ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു സാച്ചുറേഷൻ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ഡിസോൾവ് ചെയ്യില്ല. അപ്പൊ പിന്നെ അങ്ങോട്ട് എന്ത് ചെയ്യില്ല, ഹെൻറിസ് ലോ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഗ്യാസ് ഡസ് നോട്ട് അണ്ടർഗോ ചേഞ്ച് ഇൻ മോളിക്യുലർ സ്റ്റേറ്റ്. അപ്പൊ അതായത് ആ സൊല്യൂഷനിൽ എത്തിക്കഴിയുമ്പോൾ ആ ഗ്യാസിന് അസോസിയേഷനോ ഡിസോസിയേഷനോ സോൾവെന്റിനായിട്ട് എന്തെങ്കിലും ഒരു ഇന്ററാക്ഷനോ ഉണ്ടെങ്കിൽ എന്തുണ്ടാവില്ല, ഹെൻറിസ് ലോ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് സൊല്യൂബിലിറ്റി മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പൊ ഇനിയിപ്പോ നോക്കുകയാണെങ്കിൽ അറ്റ് ഹൈ പ്രഷേഴ്സ് ആൻഡ് ലോ ടെമ്പറേച്ചേഴ്സ് ഫോർ ഹൈലി സൊല്യൂബിൾ ഗ്യാസസ് ഹെൻറിസ് ലോ ഇസ് നോട്ട് ഒബേഡ്. നമ്മളിപ്പോ പറഞ്ഞല്ലോ. Further, does not hold for gases which undergo some sort of chemical change in solution. അപ്പൊ അതിന് ഇപ്പൊ ഫോർ എക്സാമ്പിൾ HCl, അമോണിയ ഒക്കെ ഈ ഹെൻറിസ് ലോന്ന് ഒരുപാട് ഡീവിയേഷൻസ് കാണിക്കുന്നതാണ്. അപ്പൊ കാരണം എന്താന്ന് വെച്ചാല് ഈ HCl-നും അമോണിയക്കും വാട്ടറിനായിട്ട് നന്നായിട്ട് ഇന്ററാക്ഷൻസ് ഉണ്ട്. HCl വാട്ടറിനായിട്ട് റിയാക്ട് ചെയ്ത് H3O+ ഉണ്ടാവും. അതേപോലെ അമോണിയ വാട്ടറിനായിട്ട് റിയാക്ട് ചെയ്ത് NH4+ ഉണ്ടാവും. ഇപ്പൊ ഹെൻറിസ് ലോ ഹോൾഡ്സ് ഗുഡ് ഫോർ ദ ഗ്യാസസ് ഡു നോട്ട് ചേഞ്ച്, കെമിക്കൽ ചേഞ്ച് ഒക്കേഴ്സ് ഇൻ സൊല്യൂഷൻ. അപ്പൊ പക്ഷെ നമ്മൾ ഈ വാട്ടറിന് വരെ ഇവിടെ ബെൻസീൻ സോൾവെന്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഈ പിന്നെ പ്രശ്നമില്ല. അത് ഹെൻറിസ് ലോ കുറച്ചും കൂടി നന്നായിട്ട് വാട്ടറിനേക്കാളും നന്നായിട്ട് ഒബേ ചെയ്യും. അതായത് ഇതിലുള്ളത് എന്താ വെച്ചാല് ഗ്യാസും ലിക്വിഡും തമ്മിൽ വേറെ കെമിക്കൽ ഇന്ററാക്ഷൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. സൊല്യൂബിലിറ്റി മാത്രമേ കാണിക്കാൻ പാടുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഒരു കെമിക്കൽ ഇന്ററാക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഹെൻറിസ് ലോ അത്ര നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ സാധാരണ അത്രക്കില്ല, വെറും സൊല്യൂബിലിറ്റി മാത്രമുള്ള ഗ്യാസസിന്. അപ്പൊ അതായത് വാട്ടറിനെ റീപ്ലേസ് ചെയ്ത് നമ്മൾ ബെൻസീൻ എടുത്താൽ അതിനായിട്ട് അമോണിയക്കും വാട്ടറിനും പ്രത്യേകിച്ച്, അമോണിയക്കും HCl-നൊന്നും പ്രത്യേകിച്ച് ഇന്ററാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇറ്റ് ക്യാൻ ഒബേ ഹെൻറിസ് ലോ. ടു സിമ്പിൾ ആപ്ലിക്കേഷൻസ് ഓഫ് ഹെൻറിസ് ലോ ഞാൻ ഒന്ന് പറഞ്ഞു. ഒന്ന് രണ്ടും നമ്മളിപ്പം മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. ഒന്ന്, ഒരു ഗ്യാസ് എന്തെങ്കിലും ഒരു പിന്നെ വാട്ടറിലോ എന്തെങ്കിലും ഒരു സോൾവെന്റിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള ഒരു ഗ്യാസിനെ നമുക്ക് കളയണം. എന്തെങ്കിലും ഒരു പോയിസണസ് ഗ്യാസ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇത്തിരി ഹാംഫുൾ ഗ്യാസ് ആണ്, ആ ഗ്യാസിനെ നമുക്ക് കളയണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അക്കോർഡിംഗ് ടു ഹെൻറിസ് ലോ എന്താണ്
എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് അൺറിയാക്റ്റീവ് ഗ്യാസ്, വേറൊരു അൺറിയാക്റ്റീവ് ഗ്യാസ് ഇതിന്റെ അത്ര സൊല്യൂബിലിറ്റി ഇല്ലാത്ത അതിനെ ബബിൾ ചെയ്യുക അതിൽ കൂടെ. അപ്പൊ ബബിൾ ചെയ്യുമ്പോൾ flowing gas reduces the partial pressure of dissolved gas in the surface of the solution by leading it way. അപ്പൊ എന്താ വെച്ചാൽ പാർഷ്യൽ പ്രഷർ അതിന്റെ മാത്രമാവില്ല, എന്താ ഈ നമ്മൾ കൊടുക്കുന്ന പുതിയ ഗ്യാസിന്റെയും കൂടി കൂട്ടിയിട്ടാണ് പാർഷ്യൽ പ്രഷർ. ദിസ് കോസസ് എ ഡിക്രീസ് ഇൻ സൊല്യൂബിലിറ്റി ഓഫ് ദി soluble gas, causing it come out of the solution in accordance with Henry's law. അപ്പൊ എന്താണ് സൊല്യൂബിലിറ്റി കുറയ്ക്കുകയും ചെയ്യും. അതായത് പാർഷ്യൽ പ്രഷർ കുറഞ്ഞു. എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ എക്സിസ്റ്റിംഗ് ഗ്യാസിന് ഒരു പാർഷ്യൽ പ്രഷർ ഉണ്ട്, അതിലേക്ക് നമ്മളൊരു പുതിയ അൺറിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്യാസിനെയും കൂടി അതിലേക്ക് ബബിൾ ചെയ്യാണ്. അപ്പം ഈ ഇരിക്കുന്ന ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷർ കുറഞ്ഞു. പാർഷ്യൽ പ്രഷർ കുറഞ്ഞാൽ സൊല്യൂബിലിറ്റിയും കുറയും. ആ മുകളിലുള്ള ഗ്യാസിന്റെ പ്രഷറാണ് സൊല്യൂബിലിറ്റിനെ നിശ്ചയിക്കുന്നത്. അപ്പൊ നമ്മൾ ആ ഗ്യാസിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും ഒരു ഇനേർട്ട് ആയിട്ടുള്ള ഒരു ഗ്യാസ് ഇതിൽ കൂടെ ബബിൾ ചെയ്യുകയാണെങ്കിൽ രണ്ടിന്റെയും കൂടി പാർഷ്യൽ പ്രഷർ ആകുമ്പോൾ ആദ്യത്തെ ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷർ കുറയും. അപ്പൊ അങ്ങനെ പാർഷ്യൽ പ്രഷർ കുറയുന്ന സമയത്ത് എന്തുണ്ടാവും? അപ്പൊ അതിന്റെ പാർഷ്യൽ പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ സൊല്യൂബിലിറ്റിയും കുറയും. അപ്പൊ അങ്ങനെ പാർഷ്യൽ പ്രഷറിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സൊല്യൂബിലിറ്റി ഡിക്രീസ് ഉണ്ടാവും. കണ്ടിന്യൂഡ് ബബ്ലിംഗ് ഓഫ് അൺറിയാക്റ്റീവ് ഗ്യാസ് ദസ് ഇൻഡ്യൂസസ് മോർ ആൻഡ് മോർ ഓഫ് ഡിസോൾവ്ഡ് ഗ്യാസ് ടു ഗോ ഔട്ട് ഓഫ് ദി സൊല്യൂഷൻ. ആൻഡ് വീണ്ടും വീണ്ടും ബബിൾ ചെയ്യുമ്പോഴേ ഇപ്പൊ H2S ഒരു പോയ്സണസ് ഗ്യാസ് ആണ്, അതിനെ അക്യൂസ് സൊല്യൂഷൻസ് എന്നൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നൈട്രജനെ ബബിൾ ചെയ്യും. അത് ഈ ചില സാധനങ്ങളൊക്കെ റോട്ടൺ ചെയ്യുമ്പോഴൊക്കെ H2S ഉണ്ടാവും, ഒരു സ്മെല്ലൊക്കെ കൊടുക്കും വാട്ടറിന്. അപ്പൊ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? എന്താണ് ഹൈ പ്രഷറിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നൈട്രജൻ ഇങ്ങനെ ബബിൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതാണ് ഒരു അപ്ലിക്കേഷൻ. expelling dissolved gas from solution by bubbling an unreactive gas of very low solubility through then it is based on Henry's law. പിന്നെ രണ്ടാമത്തെ നമ്മുടെ സോഡ ഉണ്ടാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, in the manufacture of soft drink, soda water, the bottles are sealed under high pressure to increase the solubility of carbon dioxide in water in accordance with Henry's law. ഇനി Henry's law വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇവിടെ നിർത്താം. താങ്ക് യു.